നമസ്കാരം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ബിജെപിയിൽ ചേരും എന്ന വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തെലങ്കാനയിലെ BRSന്റെ വർക്കിംഗ് പ്രസിഡന്റായ KT രാമറാവു രേവന്ത് റെഡ്ഡിയും ബിജെപിയും തമ്മിൽ രഹസ്യധാരണയുണ്ട് എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു കാരണവശാലും 40 സീറ്റുകൾ കടക്കില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സെക്കന്ദരാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു KTR. ജീവിതകാലം മുഴുവൻ കോൺഗ്രസിൽ തന്നെ തുടരും എന്ന് രേവന്ത് റെഡ്ഡി ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്നും ശക്തരായ പ്രാദേശിക നേതാക്കൾക്ക് മാത്രമേ നരേന്ദ്രമോദിയെ എതിർക്കാൻ സാധിക്കൂ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല KCR, അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി എന്നിവർ മാത്രമേ രാജ്യത്ത് ഇപ്പോൾ മോദിയെ എതിർക്കാൻ ശേഷിയുള്ളവരായുള്ളൂ എന്നുകൂടി KCRന്റെ മകൻ കൂടിയായ KT രാമറാവു പറഞ്ഞു വെക്കുന്നു. നിലവിൽ കോൺഗ്രസ് നേതൃത്വം KTRന്റെ ഈ പരാമർശത്തോട് പ്രതികരണം ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്കറിയാം, മോദി തെലങ്കാനയിൽ സന്ദർശനം നടത്തിയ സമയത്ത് രേവന്ത് റെഡ്ഡി പറഞ്ഞ ചില കാര്യങ്ങൾ അത് വളരെയധികം ചർച്ചകൾക്ക് വിധേയമായിരുന്നു. പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ പോലും അന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞത് നരേന്ദ്രമോദി തനിക്ക് മൂത്ത സഹോദരനെ പോലെയാണ്. അതിനോടൊപ്പം തന്നെ ഗുജറാത്ത് മോഡലിനെയും രേവന്ത് റെഡ്ഡി വാനോളം പുകഴ്ത്തിയിരുന്നു. നമുക്കറിയാം, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് ഏറ്റവും അധികം വിമർശിക്കുന്ന ഒന്നാണ് ഈ ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്നത്. പക്ഷെ തെലങ്കാനയിൽ ഗുജറാത്ത് മോഡൽ വികസനമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയായിരുന്നു അന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞത്. അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിയുന്ന സമയത്തും അന്നും രേവന്ത് റെഡ്ഡി ഒരു പ്രധാനപ്പെട്ട പരാമർശം നടത്തിയിരുന്നു. താൻ എന്തെങ്കിലും ഒരിക്കൽ അയോധ്യയിൽ സന്ദർശനം നടത്തും, അവിടെ ദർശനം നടത്തും എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും പഴയ ABVP പ്രവർത്തകനായ രേവന്തിന്റെ പല പരാമർശങ്ങളും നേരിട്ടോ അല്ലാതെയോ മോദിയെ പ്രശംസിക്കുന്ന തരത്തിലുള്ളതാണ്. ഈ സാഹചര്യത്തിൽ KTRന്റെ പരാമർശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ഇത് ദേശീയ തലത്തിൽ INDA എന്ന മുന്നണിക്ക് ഉണ്ടാക്കി വെക്കാൻ പോകുന്ന പ്രതിസന്ധിയും ചെറുതായിരിക്കില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.